In this video, we can discuss about the pharmacodynamics. In this, we will discuss the definition, mechanism of action by enzyme, ion channel, transporters and receptors, and type of drug effects like stimulation, depression, irritation, replacement and cytotoxic actions. Let's start with the definition of pharmacodynamics that we have already discussed. It is a branch of pharmacology which deals with what drug does to the body, and these are the action or effect of the drug in the body. As we discussed earlier, these are the actions or which are ഇത് ഡ്രഗ് ബോഡിയോട് എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ്. ഡ്രഗിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും ബോഡിയിൽ എന്നുള്ളതായിരിക്കും നമ്മൾ ഫാർമക്കോഡൈനാമിക്സിൽ പഠിക്കുക. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് physiological and biochemical effects of the drug, mechanism of action of the drug at organ system, subcellular and macromolecular level, and adverse effect of the drugs. So let's start with the mechanism of action. What is the mechanism of action? Mechanism of action can be refers to the specific biochemical interaction through which a drug substance produces its pharmacological effects. And mechanism of action is usually include the mention of specific molecular target to which the drug bind, such as enzymes, ion channels, transporters and receptor. അപ്പോൾ നമ്മൾ ഫാർമക്കോളജി പഠിക്കുന്ന സമയത്ത് നമ്മളെ മുന്നിൽ രണ്ട് സംഗതികളാണ് കൺഫ്യൂഷൻ ഉണ്ടാവുക. നമ്മളൊരു മെക്കാനിസം ഓഫ് ആക്ഷനും പഠിക്കും, ഒരു ഫാർമക്കോളജിക്കൽ ആക്ഷനും പഠിക്കും. അപ്പോൾ ഇതിൽ തമ്മിലുള്ള ഡിഫറൻസ് കറക്റ്റായിട്ട് ഇപ്പോൾ തന്നെ മനസ്സിലാക്കുക. മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഡ്രഗ് കഴിച്ച് ആ ഡ്രഗ് നമ്മളെ ബോഡിയിലോട്ട് അബ്സോർപ്ഷൻ നടന്ന് സിസ്റ്റമിക് സർക്കുലേഷനിലെത്തി ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് ഫാർമക്കോളജിക്കൽ എഫക്റ്റർ സെല്ല് എവിടെയാണോ ആ ഫാർമക്കോളജിക്കൽ സെല്ല് ഡ്രഗിൻ്റെ എഫക്റ്റ് ഉണ്ടാവേണ്ടത് ആ സ്ഥലത്ത് വന്ന് ചില സ്പെസിഫിക് ബയോകെമിക്കൽ മോളിക്യൂൾസുമായിട്ട് ബൈൻഡ് ചെയ്ത് ചെയ്യുന്ന പ്രോസസ്സാണ്. അത് ചെയ്യുന്നത് കൊണ്ടാണ് ബാക്കിയുള്ള ഫാർമക്കോളജിക്കൽ എഫക്റ്റുകൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഈ സ്പെസിഫിക് മോളിക്യൂൾസുമായിട്ട് ബൈൻഡ് ചെയ്ത് അതിലുണ്ടാക്കുന്ന കുറച്ച് കൺഫർമേഷൻ ചേഞ്ചസിനെയാണ് നമ്മൾ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ലൈക്ക് എൻസൈം, അയോൺ ചാനൽ, ട്രാൻസ്പോർട്ടേഴ്സ്, റിസപ്റ്റർ ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്ന് ബൈൻഡ് ചെയ്ത് അതിനുണ്ടാക്കുന്ന കുറച്ച് കൺഫർമേഷണൽ ചേഞ്ചസുകളാണ്. ഇതെല്ലാം പ്രോട്ടീൻ മോളിക്യൂൾസുകളാണ്. പ്രോട്ടീൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സ്ട്രക്ചർ എന്ന് പറഞ്ഞ് 3 ഡയമെൻഷണൽ സ്ട്രക്ചറിലോട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിലുണ്ടാവുന്ന കുറച്ച് ചേഞ്ചസുകളാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ വന്ന് ആക്ട് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ എഫക്റ്റർ സെല്ലിൽ ഉണ്ടാവുന്ന എഫക്റ്റുകളാണ് നമ്മൾ ഫാർമക്കോളജിക്കൽ എഫക്ട്സ് എന്ന് പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഇപ്പോൾ അഡ്രിനർജിക് ഡ്രഗ്സ് എന്ന് പറയുന്ന ഡ്രഗ്സ്, അഡ്രിനാലിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിലീസ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് അഡ്രിനർജിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഈ ഡ്രഗ്സുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അഡ്രിനർജിക് റിസപ്റ്റർ എന്ന് പറയുന്ന റിസപ്റ്ററിലാണ് അത് ബൈൻഡ് ചെയ്യുക. അപ്പോൾ ഈ അഡ്രിനർജിക് റിസപ്റ്റർ എന്ന് പറയുന്നത് ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ്. ആ ഡ്രഗ് അഡ്രിനർജിക് റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുന്നു എന്നുള്ളത് അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? അത് ആ റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അത് അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. അത് കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണ് അതിൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിസപ്റ്റർ എവിടെയൊക്കെയാണ് ഉണ്ടാവുക? അവിടെയൊക്കെ അതിൻ്റെ എഫക്റ്റർ സെല്ലിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. ഇപ്പോൾ അഡ്രിനർജിക് ബീറ്റ റിസപ്റ്റർ എന്ന് പറയുന്ന റിസപ്റ്റർ മെയിനായിട്ട് ഹാർട്ട് സെല്ലിലാണുള്ളത്. അപ്പോൾ ഹാർട്ട് സെല്ലിൽ അഡ്രിനർജിക് റിസപ്റ്ററിൽ അഡ്രിനർജിക് ഡ്രഗ്സുകൾ വന്ന് ബൈൻഡ് ചെയ്താൽ അവിടെ അഡ്രിനാലിൻ റിലീസ് ഉണ്ടാവും. അത് അഡ്രിനർജിക് റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യും. അപ്പോൾ ഹാർട്ടിലുള്ള എഫക്റ്റർ സെല്ലിനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക? ഹാർട്ട് കൂടുതലായിട്ട് സ്റ്റിമുലേറ്റഡ് ആവും. ഹാർട്ട് സെൽസുകൾ കൂടുതൽ കൺട്രാക്ട് ചെയ്യും. ദർ വിൽ ബി ഇൻക്രീസിങ് ഹാർട്ട് റേറ്റ്, ദാറ്റ് ഈസ് നോൺ ആസ് ടാക്കിക്കാർഡിയ. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് പമ്പിങ് കൂടും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഫാർമക്കോളജിക്കൽ എഫക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം മെക്കാനിസം ഓഫ് ആക്ഷനും ഫാർമക്കോളജിക്കൽ ആക്ഷനും തമ്മിലുള്ള വ്യത്യാസം. മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഈ എൻസൈം, അയോൺ ചാനൽ, ട്രാൻസ്പോർട്ടർ ആൻഡ് റിസപ്റ്റർ ഇതിൽ വന്ന് ബൈൻഡ് ചെയ്യുന്ന ഏതെങ്കിലും പ്രോസസ്സ് ആയിരിക്കും. ഓക്കെ, മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് സം ഡ്രഗ്സ് മേ ആക്ട് ബൈ ഫിസിക്കലി ഓർ കെമിക്കൽ പ്രോപ്പർട്ടീസ്. സം എക്സാമ്പിൾസ് ആർ ദർ. നമ്മളിപ്പോൾ പറഞ്ഞതിന് ചെറിയൊരു ഡിഫറൻസ് ഉള്ള ഒരു കാര്യമാണ്.
Some drug may act by physical or chemical property. Example is bulk laxative, which is used for the treatment of constipation by forming physical mass. Dimethicone and petroleum gel, which will also form a physical form and which will give opacity and which can be used for as a protective agent for sunlight, etc. Then para-aminobenzoic acid, it is used as a sunscreen for the protection against the UV light. So we can use to absorb the UV rays by its chemical property. Then activated charcoal, this is used as an antidote for many heavy metal poisoning. So this will act by absorbing the heavy metals. That is the mechanism, adsorption property. The heavy metal will get adsorbed into the activated charcoal. Then mannitol magnesium sulfate, these are osmotic agents which can be used as an osmotic diuretic. Then another one important example is antacid. These antacids will neutralize the gastric HCl and which is used in the treatment of peptic ulcer. അപ്പോൾ ഇവിടെ ഒരു റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുന്നൊന്നുമില്ല, ഇവിടെ നേരിട്ട് വന്ന് ആ HCl-നെ ന്യൂട്രലൈസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ദീസ് ആർ സം എക്സെപ്ഷൻസ് ടു മെക്കാനിസം ഓഫ് ആക്ഷൻ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി. ഇനി നമ്മളെ ബോഡിയിലല്ലാത്ത ഡ്രഗിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, ഇപ്പോൾ ആന്റിബയോട്ടിക് എന്ന് പറയുന്ന സാധനങ്ങൾ, അത് നമ്മളെ ബോഡിയിൽ എഫക്റ്റ് ഉണ്ടാവാൻ വേണ്ടി കൊടുക്കുന്നതല്ല, നമ്മളെ ബോഡിയിൽ വന്നിട്ടുള്ള മൈക്രോബിയൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് മൈക്രോ ഓർഗാനിസത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് സീ വാട്ട് ഈസ് ദ മെക്കാനിസം ഓഫ് ആക്ഷൻ or what are the different major categories of mechanism of action. Majority of drug produced by interacting with the discrete target molecules, which usually is a protein, and they will produce some sequential change in the effector cell. That is the mechanism of action. Target biomolecules sequential changes ഉണ്ടാക്കുക എന്നുള്ളതാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മെക്കാനിസം ഓഫ് ആക്ഷത്തിന്റെ മെജോറിറ്റിയും ഈ 4 കാറ്റഗറിയിലുള്ള ഏതെങ്കിലും ഒന്നോ ഒന്നിൽ കൂടുതലോ ആയിരിക്കും നമ്മൾ പഠിക്കുന്ന എല്ലാ ഡ്രഗിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഓക്കെ, ഓൾ ആർ പ്രോട്ടീൻസ്. ഫസ്റ്റ് വൺ ഈസ് എൻസൈം, സെക്കൻഡ് വൺ ഈസ് അയോൺ ചാനൽ, ട്രാൻസ്പോർട്ടേഴ്സ് ആൻഡ് റിസെപ്റ്റർ. ലെറ്റ്സ് ഡിസ്കസ് ഈച്ച് ഇൻ ഡീറ്റെയിൽ. First one is enzyme. As we all know, enzyme is an important catalyst which is important for the different biochemical reaction in the body. So our drug may either stimulate or inhibit this enzyme. One example for stimulation of enzyme is stimulation of adenyl cycline by adrenaline. So our drug may get stimulated or inhibit the enzyme. This inhibition can be of non-specific or specific, and the specific again can be divided into competitive type of specific inhibition or non-competitive specific inhibition. Let's see what are the non-specific inhibition. As we all know, all the enzymes are three-dimensional structured, tertiary structured proteins. So many chemicals and drugs may capable to denature these proteins non-specifically. They will alter the tertiary structure of the enzyme which they come in contact, and this they inhibit non-specifically. Examples are heavy metal salt, strong acid, alkalis, alcohol, formaldehyde, phenol. These will inhibit the enzyme specifically. അപ്പോൾ അതിൽ നമുക്കൊക്കെ അറിയാം, പ്രോട്ടീൻസിൽ കുറേ സ്പെസിഫിക് സൈറ്റുകളുണ്ട്, അവിടെയാണ് സബ്സ്ട്രേറ്റ് വന്നിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഫിസിയോളജിയിലൊക്കെ ബയോകെമിസ്ട്രിയിലൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നോൺ സ്പെസിഫിക് ഇൻഹിബിറ്റേഴ്സുകൾ ആ സൈറ്റിലൊന്നും അല്ല ആക്ട് ചെയ്യുന്നത്, കംപ്ലീറ്റ് അതിൻ്റെ ടെർഷറി സ്ട്രക്ചറിനെ ആൾട്ടർ ചെയ്യുക എന്നുള്ളതാണ് നോൺ സ്പെസിഫിക് ഇൻഹിബിഷൻ, irrespective of binding site. That is the non-specific inhibition. Example, heavy metal salt, strong acid, alkali, alcohol, formaldehyde and phenol will inhibit non-specifically the enzyme. Now coming to specific inhibition. These inhibition may be inhibit or drug may inhibit particular enzyme without affecting other binding site. And this can be of competitive or non-competitive type of inhibition. So first let's discuss the competitive or equilibrium type of specific inhibition. In this, the drug being structurally similar to the compete
with the normal substance for the catalytic binding site of the enzyme so that the product is not formed or non-functional product may be formed. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് നോർമലായിട്ട് നടക്കുന്ന ഒരു ബൈൻഡിങ്. ദിസ് ഈസ് എൻസൈം, ദിസ് ഈസ് വൺ ആക്റ്റീവ് സൈറ്റ്, ദിസ് ഈസ് അനദർ ആക്റ്റീവ് സൈറ്റ്. ഓക്കെ, സോ ഹിയർ substrate is specifically for this active site. So the substrate will bind with the active site and it will form product or product. Okay, so ഈ സബ്സ്ട്രേറ്റ് അല്ലാതെ അതിനോട് സ്ട്രക്ചറലി സിമിലർ ആയിട്ടുള്ള ഒരു കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ ഈ സൈറ്റിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ ഈ സബ്സ്ട്രേറ്റിന് ഇവിടെ കയറിയിരിക്കാൻ പറ്റില്ല. ഓക്കെ, സോ പ്രൊഡക്റ്റ് ഫോം ചെയ്യില്ല, നോൺ ഫങ്ഷണൽ പ്രൊഡക്ട്സ് ഫോം ചെയ്യാം. ഇങ്ങനെയുള്ള രണ്ട് ഓപ്ഷൻസുകളാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷനിൽ സ്ട്രക്ചറലി സിമിലർ ആയിട്ടുള്ള കോമ്പീറ്റൻ്റ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ആ എൻസൈമിൽ ആക്ട് ചെയ്യുന്ന ആ സബ്സ്ട്രേറ്റിൻ്റെ സ്ട്രക്ചറലി സിമിലർ ആയിട്ടുള്ളതായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ. എപ്പോഴും കോമ്പറ്റീഷൻ ഉണ്ടാവുക എന്താ, ഒരുപോലെ സ്ട്രെങ്ത് ഉള്ള അല്ലെങ്കിൽ ഒരുപോലെയുള്ള ആൾക്കാരടുത്താണ്. നമ്മൾ പിടിയൂഷൻ്റെ കൂടെ ഓടിക്കഴിഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാവുമോ? ഇല്ല. അതാണ് ആലോചിച്ചാൽ മതി. ഈക്വലി കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാർ തമ്മിലുള്ള ഒരു മത്സരമാണ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു നോൺ കോമ്പറ്റീറ്റീവ് എക്സാമ്പിൾ ഫോർ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ, ഫൈസോസ്റ്റിഗ്മിൻ, നിയോസ്റ്റിഗ്മിൻ will compete for the cholinesterase enzyme. Okay, now coming to non-competitive inhibition, this inhibitor will react with the adjacent site and not with the catalytic site, but they will alter the enzyme in such way that it will lose its catalytic property. Example is acetazolamide, which will inhibit carbonic anhydrase. Structurally similar allatha oru drug, this is the non-competitive inhibitor. This will bind with another binding site so that it will change the conformational change in the enzyme. ഇവിടെ എൻസൈമിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ ആയിരുന്നു, അപ്പോൾ അതിന് സ്യൂട്ടായിട്ടായിരുന്നു സബ്സ്ട്രേറ്റ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇവിടെ ഇതിൽ ബൈൻഡ് ചെയ്തത് കാരണം ആ എൻസൈമിൻ്റെ സ്ട്രക്ചർ മാറ്റി. അപ്പോൾ നമ്മളെ സബ്സ്ട്രേറ്റിന് ഇവിടെ കയറി ഇരുന്ന് കഴിഞ്ഞാലും പ്രൊഡക്റ്റ് ഉണ്ടാവാത്ത ഒരവസ്ഥ വരാം. സോ ദാറ്റ് ഈസ് ദ നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ. ഓക്കെ, സോ എക്സാമ്പിൾ ഈസ് acetazolamide, which will inhibit carbonic anhydrase. So this is the some example for competitive inhibitors and non-competitive inhibitors. As cholinesterase enzyme, the substrate is acetylcholine but can be inhibited by some drugs like physostigmine and neostigmine. അപ്പോൾ എങ്ങനെയാണ് ഇത് ആക്ട് ചെയ്യുന്നത് നമുക്ക് പറയാം. അസറ്റൈൽകോളിൻ എന്ന് പറയുന്നത് കോളിനർജിക് റിസപ്റ്ററിലെ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഓക്കെ, അപ്പോൾ കോളിനർജിക് ആക്ഷൻ വേണ്ട സമയത്ത് അസറ്റൈൽകോളിൻ റിലീസ് ചെയ്യും. അതിൻ്റെ ആക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ കോളിനെസ്റ്ററേസ് അസറ്റൈൽകോളിനെ ഇൻഹിബിറ്റഡ് ആക്കും. അപ്പോൾ പെട്ടെന്ന് അസറ്റൈൽകോളിൻ്റെ ആക്ഷൻ ഇല്ലാണ്ടാവും. അപ്പോൾ നമുക്ക് അസറ്റൈൽകോളിൻ്റെ ആക്ഷൻ കൂടുതൽ സമയം വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ഫൈസോസ്റ്റിഗ്മിൻ, നിയോസ്റ്റിഗ്മിൻ പോലെയുള്ള ഡ്രഗ്സ് കൊടുത്താൽ കോളിനെസ്റ്ററേസ് എന്ന് പറയുന്ന ഡ്രഗിനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ അസറ്റൈൽകോളിൻ്റെ ആക്ഷൻ കൂടുതൽ സമയം ബോഡിയിൽ ഉണ്ടാവും. സോ cholinergic action will be produced more. Now coming to so another example, monoamino oxidase catecholamine, and which can be inhibited by meclobamide, and dopa decarboxylase, levodopa, carbidopa, benserracide. This levodopa is an drug which is used for the treatment of Parkinsonism. അപ്പോൾ ഈ പാർക്കിൻസോണിസത്തിൽ ലിവോഡോപ്പ പിന്നെ ഡോപ്പമിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻസൈമാണ് ഡോപ്പ ഡികാർബോക്സിലേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രെയിനിൽ എത്തിക്കഴിഞ്ഞാലാണ് ഈ ഡോപ്പമിൻ ആക്ഷൻ കൊണ്ട് എന്തെങ്കിലും കാര്യമുള്ളൂ. അപ്പോൾ ബ്രെയിനിൽ എത്തുന്നതിന് മുന്നേ ലിവോഡോപ്പ ഡീകാർബോക്സിലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രഗിൻ്റെ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ ബ്രെയിനിൻ്റെ മുന്നേ ലിവോഡോപ്പൻ്റെ ആക്ഷൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്, ലിവോഡോപ്പ ഡീകാർബോക്സിലേസ് ചെയ്യുന്ന പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന കാർബിഡോപ്പ ഡ്രഗ് നമ്മൾ കൊടുക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ എൻസൈം ഇൻഹിബിഷൻ. Okay, rest of the mechanism we can discuss in the next video.